ജുറാസിക് പാർക്ക് ഫാൻസിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലുള്ള പുതിയ സിനിമ ജുറാസിക് വേൾഡ് റീബർത്ത് വരാൻ പോവുകയാണ്. ഡൊമിനിയന് ശേഷം ഈ സിനിമയുടെ പ്രൊഡക്ഷനെ കുറിച്ച് അന്ന് തന്നെ നമുക്ക് ന്യൂസൊക്കെ കിട്ടിയതാണ്. അതിൽ സ്കാർലറ്റ് ജൊഹാൻസൺ ആണ് നായികയായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് സിനിമയുടെ ട്രെയിലർ റിലീസാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ സിനിമ ഇനിയും കുറച്ചുകൂടി ഡിലേഡ് ആയിട്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ട്രെയിലറിലേക്ക് പോകാം. എന്നിട്ട് എന്തുകൊണ്ടാണ് ജുറാസിക് പാർക്ക് ഫാൻസിന് ഈ ഒരു സിനിമ ഒരു ഗുഡ് ന്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞെന്നുള്ള കാരണം പറയാം. ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അതല്ല കാരണം. Dr. Henry Loomis, this is Zora Bennett, our mission specialist. Sorry, what mission? This would be a medical breakthrough that could save countless lives. It comes from the largest dinosaurs on the planet. Oh my God. Fortunately for us, all these species exist in one isolated place. Can you be ready tomorrow? I can guarantee your safety. I mean, more or less. More or less? He's your guy? We're the best at moving things and people in and out of places they shouldn't be. Move up towards Barbados, avoid government patrol, but there aren't that many anymore. Why's that? No one's dumb enough to go where we're going. This island was the research facility for the original Jurassic Park. We need DNA from the 3 biggest dinosaurs. Do we have to get a sample from an egg? I suppose we could try to get it from the parent, but they're a flying carnivore the size of an F-16. Maybe we should make it quick. These dinosaurs were too dangerous for the original park. Please don't say that. കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് സീൻ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക. എനിക്കെന്താ പറയുക, ഒരു ട്രഷർ ഹണ്ട് മൂവി, കിങ് കോങ്, സ്കൾ ഐലൻഡ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയോ അതിൻ്റെയൊക്കെ ഒരു ടച്ചിലേക്കൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. ബാക്കി കൂടി ഒന്ന് കണ്ടു നോക്കട്ടെ. The worst of the worst. We're left here. What is that? അതെന്ത് സാധനം കണ്ടില്ലല്ലോ. We put ourselves in a place we don't belong. Okay. Survival is a long shot. What the hell are those? They're helping the mosasaur defend territory, stalk, hunt. None of what you just said is good. ഓക്കെ, എന്താണിപ്പോൾ പറയേണ്ടതെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ജുറാസിക് പാർക്ക് ഫാൻസിന് ഹാപ്പി ന്യൂസ് ആവാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞതിൻ്റെ കാരണത്തിലേക്ക് വരാം. കാരണം ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്ററുമാണ്. ഇതിൻ്റെ ഡയറക്ടർ ഗാരത്ത് എഡ്വേർഡ്സ്. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട്, ഗോഡ്സില്ല. 2014 ഇറങ്ങിയ സിനിമയാണ്. ഒരു മോൺസ്റ്റർ മൂവീസിൻ്റെ ആ ഒരു വിഷ്വലൈസേഷൻ ദാറ്റ് വാസ് ഫെൻറ്റാസ്റ്റിക്. കാരണം മോൺസ്റ്ററിനെ, അതായത് പ്രത്യേകിച്ച് ഗോഡ്സില്ലേനെ ഒരുപാട് എടുത്തു കാണിക്കാതെ എന്നാൽ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേക ക്യാമറ ആംഗിൾ, പിന്നെ പലരുടെയും പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് പലപ്പോഴും മോൺസ്റ്റേഴ്സിനെ കാണുന്നത്. അതുകൂടാതെ കുറച്ച് സിനിമകളൊക്കെ തന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്രിയേറ്റർ എന്ന് പറയുന്ന സിനിമ, അതും പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്തതാണ്. ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നൊരു സിനിമയാണ് പുള്ളിയുടെ. അതിനൊരു സ്ലോ പേസ് മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷെ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. എസ്പെഷ്യലി അതിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ് ശരിക്കും ബിലീവബിളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഫ്യൂച്ചറിൽ ഉണ്ടാവാം എന്ന് നമുക്ക് ശരിക്കും തോന്നുന്ന തരത്തിലുള്ളൊരു മേക്കിംഗ് ആണ് ആ സിനിമയുടെ. സോ ഓൾ ഇൻ ഓൾ ഹീ ഈസ് എ ഗുഡ് ഡയറക്ടർ. എനിക്ക് പുള്ളിയുടെ കാര്യത്തിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ റൈറ്റർ ഡേവിഡ് കോയബ്. പുള്ളിക്കാരൻ നമ്മുടെ ഫസ്റ്റ് ജുറാസിക് പാർക്കിൻ്റെ സ്ക്രീൻ പ്ലേയിൽ പാർട്ടായിട്ടുള്ള ആളാണ്. അതുകൂടാതെ അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട്, പിന്നെ അതുകൂടാതെ മിഷൻ ഇമ്പോസിബിൾ, വാർ ഓഫ് ദി വേൾഡ്സ്, സ്പൈഡർമാൻ,
ഏത് ഫസ്റ്റ് ഇറങ്ങിയ സ്പൈഡർമാൻ. ഇതിൻ്റെ എല്ലാം സ്ക്രീൻ പ്ലേയിൽ പാർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ജുറാസിക് പാർക്ക് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആ ഒരു ഒറിജിനൽ മൂവി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അതും ജുറാസിക് വേൾഡും കമ്പയർ ചെയ്യുമ്പോൾ ജുറാസിക് വേൾഡിൽ ഒട്ടും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. മേ ബി അവർക്ക് ഒരു നല്ല സിനിമ നൽകാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിവേ, ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയിൽ കുറച്ച് ഇടിവ് വന്നോ എന്നെനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ആക്ഷനാണ്, ഒരുപാട് ആക്ഷൻ കാര്യങ്ങൾ ഈ സിനിമയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഡൈനോസേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ത്രില്ലിംഗ് മൊമെൻറ്റ്സ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഡൈനോസർ തിന്നാൻ പോകുന്നു, തിന്നാൻ പറ്റിയില്ല, അപ്പോഴേക്കും നമ്മുടെ നായിക വന്ന് രക്ഷിക്കുന്നു, അങ്ങനെ പോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ള ഒരു ട്രഷർ ഹണ്ടിങ് ടൈപ്പ് സെറ്റപ്പ്. ആക്ച്വലി ട്രഷർ അല്ല അവർ ഹണ്ട് ചെയ്യാൻ പോകുന്നത്, ബിഗ്ഗസ്റ്റ് ഡൈനോസേഴ്സിൻ്റെ DNA തപ്പിയാണ് അവർ പോകുന്നത്. ഒറിജിനൽ സിനിമകളിൽ ജുറാസിക് പാർക്കിലോ ജുറാസിക് വേൾഡിൻ്റെ ഫ്രാഞ്ചൈസിലോ കണ്ടിട്ടില്ലാത്ത പല ഡൈനോസേഴ്സും ഇതിൽ ഉണ്ട്. എനിക്ക് ഒരുപാട് എന്താ പറയുക, സയൻറ്റിഫിക്കലി ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിൽ, എസ്പെഷ്യലി ആഫ്റ്റർ ആ ഒരു സെക്കൻഡ് തേർഡ് ഓരോ പാർട്ടിലേക്ക് കയറുമ്പോഴും അവർ അവസ്ഥയെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ടോട്ടലി ഇറ്റ്സ് ഡിഫറെൻറ്റ്. വിഷ്വൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു അൺഹാപ്പിനെസ് ഫീൽ ചെയ്തു. കാരണം ഒരു ട്രഷർ ഹണ്ടിങ് മൂവിയുടെ ഒരു സെറ്റപ്പാണ്, ഒരു വിഷ്വലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ തന്നെ ലാസ്റ്റ് ഞാൻ ടോം ഹോളണ്ട് നായകനായിട്ടുണ്ടായിരുന്ന അൺചാർട്ടഡ് എന്ന് പറയുന്ന സിനിമ, അപ്പോൾ അത് കണ്ടു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിലുള്ള അതേ ഒരു ഫീല് തന്നെയാണ്, അതേ ഒരു വിഷ്വൽ ഫീല് തന്നെയാണ് ഈ സിനിമയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ സ്കാർലറ്റ് ജോഹാൻസൺ വന്നു, പുള്ളിക്കാരി ഒരു ആക്ഷൻ ലെവലിലേക്കാണ് സിനിമയെ കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഡൊമിനിയനായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് വരില്ല. കാരണം ഡൊമിനിയനിലേക്ക് വന്നപ്പോഴത്തേക്കും അത് മിഷൻ ഇമ്പോസിബിളും ജുറാസിക് വേൾഡും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കിയ ഒരു സിനിമയാണ് ജുറാസിക് വേൾഡ് ഡൊമിനിയൻ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിലിപ്പോൾ ഡൈനോസേഴ്സ് ഉണ്ട്, സോ ഇറ്റ്സ് എ ജുറാസിക് വേൾഡ് മൂവി. അതുകൂടാതെ ഇതിൽ ട്രഷർ ഹണ്ടിങ് ഉണ്ട്. അപ്പോൾ ട്രഷർ ഹണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സിനിമകൾ, അൺചാർട്ടഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും, ഈവൻ ഡോറ വരെ എടുക്കാം കേട്ടോ, അതും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ കോങ് സ്കൾ ഐലൻഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള മോൺസ്റ്ററുള്ള മൂവീസ്, ജേർണി ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ജുമാൻജി, അങ്ങനെയുള്ള എല്ലാ സിനിമകളും കൂടി എടുക്കുക. ഇതിനെ എല്ലാത്തിനെയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കലക്കിയെടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു സിനിമ പോലെ എന്നെനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ, ഐ ആം കൈൻഡ് ഓഫ് അൺഹാപ്പി. അത് ഞാനിപ്പോഴേ പറയാം. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മേ ബി നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ടാവും, പക്ഷേ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ ജുറാസിക് വേൾഡ് ഫസ്റ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അതിനോട് നീതി പുലർത്തുന്ന ഒരു ഗുഡ് മൂവി എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ടോ ഇതിലും പ്രത്യേകിച്ച് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതെനിക്ക് അവർ തോന്നുന്നത് ജസ്റ്റ് ഒരു മണി മേക്കിംഗ് പരിപാടി തന്നെയാണ്. ഈ ഒരു ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവരെ യൂട്ടിലൈസ് ചെയ്യുക, ഇനി ന്യൂ ജനറേഷനിൽ വരുന്നവർക്ക് ഒരു പുതിയ ഡൈനോസേഴ്സിനെ എത്തിച്ചു കൊടുക്കുക, അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു ടിപ്പിക്കൽ ജുറാസിക് വേൾഡ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡൊക്കെ പോലെ തന്നെ കണ്ടു മറന്നു പോകാനുള്ളൊരു സിനിമ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.